വേനൽ മഴ തുടങ്ങിയതോടെ കാസർഗോഡ് ദേശീയപാതയിൽ വീരമല കുന്നിൽ നിന്ന് മണ്ണിടിയുന്നത് ഭീതി ഉയർത്തുന്നു. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ചെറുവത്തൂർ വീരമല കുന്നിൽ നിന്നും മണ്ണിടിഞ്ഞ് കാറിന് മുകളിൽ പതിക്കുകയും ദിവസങ്ങളോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. മഴ കനത്താൽ ദേശീയപാതയിൽ വീരമല വഴിയുള്ള യാത്ര ദുസ്സഹമാകും. ദേശീയപാതയിൽ നിന്ന് വീരമലക്കുന്നിലേക്ക് നോക്കുമ്പോൾ ഭീതിയുയർത്തുന്ന ആശങ്ക കുന്നോളമുയരും. ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് കുന്നിന്റെ ഇന്നത്തെ അവസ്ഥ. വീരമലക്കുന്നിന്റെ പല ഭാഗങ്ങളിലായി മണ്ണിളകി നിൽക്കുകയാണ്. ചെറുവത്തൂരിൽ ദേശീയപാതയോരത്തുകൂടി കടന്നുപോകുന്നവരും പ്രദേശവാസികളും ഈ മഴക്കാലത്തും ദുരിതം നേരിടേണ്ടി വരുമെന്ന ആശങ്ക പങ്കുവയ്ക്കുന്നു. വേനൽ മഴ പെയ്തതോടെ മണ്ണിടിയാൻ തുടങ്ങിയെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ മഴ വന്നേ, അപ്പോൾ കുറച്ച് ഇടിഞ്ഞതാ, അതെല്ലാം ഇടിഞ്ഞതാ. കഴിഞ്ഞ പ്രാവശ്യം ഇടിഞ്ഞതാണ്, ആ റോങ്ങിലൊക്കെ ഇടിഞ്ഞ്. അതിനൊരു ഒന്നും ആരോടീ പറയണ്ടേ. കുന്നിൻ മുകളിൽ നിന്ന് മഴവെള്ളം ശക്തമായി ഒഴുകി വരുന്നത് തടയാൻ മാർഗങ്ങൾ സ്വീകരിക്കാതെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കില്ലെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു. മഴക്കാലത്ത് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഭയങ്കര വെള്ളച്ചാട്ടമാണ് താഴേക്ക് വരുന്നത്. അത് ആ കാണുന്ന ആ സ്ഥലം, ആ വെള്ളച്ചാട്ടത്തിനെതിരെ അതിനു വേണ്ടുന്ന ഒരു നടപടി ഇവർ ഇതുവരെ സ്വീകരിച്ചില്ല. ഈ പ്രദേശവാസികളോട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചാൽ അവർ വ്യക്തമായി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു പരിപാടി നോക്കാണ്ടാണ് ഈ മണ്ണിങ്ങനെ ഇടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിൽ തടയുവാനായി വീരമലയിൽ തട്ടുതിരിക്കുന്ന പ്രവൃത്തികൾ നടന്നു വരികയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ വൻതോതിൽ മണ്ണിടിഞ്ഞ് അധ്യാപിക സഞ്ചരിച്ച കാറിന് മുകളിൽ പതിക്കുകയും ദിവസങ്ങളോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ദേശീയപാത വികസനം തുടങ്ങിയത് മുതൽ പ്രദേശവാസികൾ ദുരിതം സഹിക്കുകയാണ്. നിലവിലെ അവസ്ഥയിൽ മഴ കനത്താൽ കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇപ്പോൾ ഈ നെറ്റ് അടിക്കുന്നുണ്ട്. ഈ നെറ്റ് അടിക്കുന്നത് കുന്ന് ഇടിയുന്ന ഭാഗത്തല്ല അടിക്കുന്നത്, ഈ ഉറച്ചു നിൽക്കുന്ന ഈ പാറക്കെട്ടിൻ്റെ ആണ് ഇപ്പോൾ അടിക്കുന്നില്ലത്. ആ കുന്ന് ഇടിയുന്ന സൈഡ് അങ്ങനെ തന്നെ ഉണ്ട്. അത്രേ, അതിന് യാതൊരു പോംവഴി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കാലവർഷം എത്താറായിട്ടും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കുന്നിൻ മുകളിൽ നടത്തുന്ന തട്ടുതിരിക്കൽ പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. ദേശീയപാതയിൽ നിന്നും വീരമല കുന്നിൻ മുകളിലേക്ക് നോക്കുമ്പോൾ നാട്ടുകാരുടെ മനസ്സിൽ ആശങ്കകൾ ഉയരുകയാണ്. ഏത് സമയവും കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ദിവസങ്ങളായി പെയ്തു വരുന്ന വേനൽ മഴയിൽ തന്നെ കുന്നിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ക്യാമറമാൻ സതീഷ് ഉദമയ്ക്കൊപ്പം ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.